ഉപയോഗിച്ച ലോഹം. പുറപ്പാടിൻ്റെ പുസ്തകം 38-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഉപയോഗിച്ച ലോഹം. സാക്ഷ്യകൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത്. മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹറോന്റെ പുത്രൻ ഇത്താമാറിന്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് ഇത് തയ്യാറാക്കിയത്. യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ ഊറിയുടെ മകനായ ബെസാലയേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹേലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു. ഒഹേലിയാബ് കൊത്തുപണിക്കാരനും ശില്പവിദഗ്ധനും നീലം, ധൂമ്രം, കടും ചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നതിനുമായിരുന്നു. വിശുദ്ധ കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ 29 താലന്തും 730 ഷെക്കലുമായിരുന്നു. ജനസംഖ്യാ കണക്കിൽപ്പെട്ടവരിൽ നിന്നും ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 100 താലന്തും 1775 ഷെക്കലുമായിരുന്നു. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെട്ടവരിൽ 20 വയസ്സും അതിനും മേലും പ്രായമുള്ളവർ ആളൊന്നിന് 1 ബേക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 1/2 ഷെക്കൽ കൊടുക്കേണ്ടിയിരുന്നു. അവരുടെ സംഖ്യ 6,03,550 ആയിരുന്നു. വിശുദ്ധ കൂടാരത്തിനും തിരശ്ശീലയ്ക്കും വേണ്ടി പാദകൂടങ്ങൾ വാർക്കുന്നതിന് പാദകൂടം ഒന്നിന് 1 താലന്ത് വീതം 100 താലന്ത് വെള്ളി ഉപയോഗിച്ചു. 1775 ഷെക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു. കാണിക്കായി ലഭിച്ച ഓട് 70 താലന്തും 2400 ഷെക്കലുമാണ്. അവൻ അതുപയോഗിച്ച് സമാമക്കൂടാരത്തിൻ്റെ വാതിലിന് പാദകൂടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിൻ്റെ അഴിക്കൂടും ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളും കൂടാര അങ്കണത്തിന് ചുറ്റുമുള്ള പാദകൂടങ്ങളും അങ്കണ കവാടത്തിൻ്റെ പാദകൂടങ്ങളും കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളും നിർമ്മിച്ചു.